ഹരേ കൃഷ്ണ. സാക്ഷാൽ ശ്രീമൻ നാരായണൻ ശ്രീ വെങ്കിടേശ്വര ഭഗവാനായി കുടികൊള്ളുന്ന തിരുമല ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം. ഇവിടെ ദർശനം നടത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ആനന്ദനിലയം, കലിയുഗ വൈകുണ്ഠം എന്ന പേരിലെല്ലാം ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ വെങ്കിടേശ്വരൻ ലക്ഷ്മി ദേവി ഭൂദേവി സമേതനായി കുടികൊള്ളുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത്. ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിക്ക് വെങ്കിടേശ്വരന് തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത്. ഭഗവതി ഇവിടെ പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുമലയിൽ 7 പ്രസിദ്ധമായ മലനിരകളാണ് ഉള്ളത്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, ആഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി. ഇതിൽ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്ന് ഭൂമിയെ വീണ്ടെടുത്ത് ശ്രീ വരാഹസ്വാമി എത്തിയ പർവ്വതമാണ് വെങ്കിടാദ്രി എന്ന് വെങ്കിടാചല മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ വരാഹസ്വാമിക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. തിരുപ്പതി ക്ഷേത്രം ദർശനം നടത്തുമ്പോൾ ആദ്യം നമ്മൾ ദർശിക്കേണ്ടത് വരാഹസ്വാമി ക്ഷേത്രത്തിലാണ്. തിരുമല ക്ഷേത്രത്തിന് വടക്കു ഭാഗത്ത് സ്വാമി പുഷ്കരണി തീർത്ഥക്കുളത്തിനരികിലായാണ് വരാഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പതി ക്ഷേത്രം സാക്ഷാൽ ശ്രീമൻ നാരായണൻ ലക്ഷ്മി സമേതനായി വസിക്കുന്ന വൈകുണ്ഠമായി തീർന്ന കഥ കേട്ടാലോ? വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും അവിടേക്ക് സന്ദർശകനായി ഭൃഗു മഹർഷി എത്തുന്നു. എന്നാൽ വിഷ്ണു ഭഗവാനോ ലക്ഷ്മി ദേവിയോ അത് അറിഞ്ഞതുമില്ല. ആദിത്യ മര്യാദ കാണിക്കാത്തതിൽ കോപം പൂണ്ട ഭൃഗു മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുന്നു. എന്നാൽ കാരുണ്യവാനായ ഭഗവാനാവട്ടെ മഹർഷിയോട് ആദിത്യ മര്യാദ കാണിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. തൻ്റെ വാസസ്ഥലമായ ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയ മുനിയെ ക്ഷമിച്ചു വിട്ടതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകുന്നു. വിരഹ ദുഃഖത്തിലാണ്ട ഭഗവാനും ദേവിക്ക് പിന്നാലെ ഭൂമിയിലെത്തി. അങ്ങനെ ഇരുവരും ഭൂമിയിൽ പുനരവതരിച്ചു. വകുളാദേവിയുടെ മകനായ ശ്രീനിവാസനായി വിഷ്ണു ഭഗവാനും ആകാശരാജൻ്റെ മകളായ പത്മാവതിയായി ലക്ഷ്മി ദേവിയും പുനർജന്മം കൊണ്ടു. വകുളാദേവി സാക്ഷാൽ യശോദാമ്മയുടെ പുനർജന്മം തന്നെയാണ്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ വളർത്തമ്മയായിരുന്നല്ലോ യശോദാമ്മ. എന്നാൽ തൻ്റെ മകൻ്റെ വിവാഹത്തിനൊന്നും സാക്ഷ്യം വഹിക്കുവാൻ യശോദാമ്മയ്ക്ക് സാധിച്ചതുമില്ല. വരും ജന്മത്തിലെങ്കിലും തൻ്റെ മകൻ്റെ വിവാഹം കാണാൻ ഭാഗ്യമുണ്ടാവണമെന്ന അമ്മയുടെ ആഗ്രഹമാണ് ഭഗവാൻ കലിയുഗത്തിൽ ശ്രീനിവാസനായി സാധിച്ചു കൊടുത്തത്. ആകാശരാജൻ്റെ മകളായ പത്മാവതിയും കാനനവാസിയായ ശ്രീനിവാസനും തമ്മിൽ കണ്ടുമുട്ടുകയും പരസ്പരം ഇഷ്ടമാവുകയും ചെയ്യുന്നു. പത്മാവതിയെ വിവാഹം ചെയ്യാൻ ശ്രീനിവാസൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പരമദരിദ്രനാണെന്ന് പറഞ്ഞ് ആകാശരാജൻ ശ്രീനിവാസനെ പിന്തിരിപ്പിക്കുന്നു. ശ്രീനിവാസൻ മടങ്ങാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ വലിയൊരു തുക സംഘടിപ്പിച്ചു നൽകിയാൽ വിവാഹം നടത്തി തരാമെന്നായി രാജാവ്. വേറെ നിവൃത്തിയില്ലാതെ ധനത്തിൻ്റെ ദേവനായ കുബേരനിൽ നിന്ന് ശ്രീനിവാസൻ വൻതുക കടമായി വാങ്ങുന്നു. കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ താൻ വാങ്ങിയ പണം പലിശയടക്കം തിരികെ നൽകാമെന്നതായിരുന്നു ശ്രീനിവാസൻ്റെ വാഗ്ദാനം. അതിനാൽ കുബേരൻ്റെ കടം ഇന്നും വീട്ടിയിട്ടില്ലെന്നും കലിയുഗ അവസാനം വരേക്കും ശ്രീനിവാസ ഭഗവാന്റെ കടം ബാക്കിയാണ്. കടം വീടാതെ ശ്രീനിവാസ ഭഗവാന് വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവുമായി ലയിക്കാനുമാവില്ല. കലിയുഗ അവസാനം വരെയും ശ്രീനിവാസ ഭഗവാൻ സാക്ഷാൽ വൈകുണ്ഠേശ്വരൻ തിരുപ്പതി മലയിൽ തന്നെ വസിക്കുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകുന്ന സംഭാവന കുബേരൻ്റെ കടം വീട്ടുന്നതിലേക്ക് എടുക്കുന്നു. പകരം ഭക്തർക്ക് ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നു. ലക്ഷ്മി ദേവി ഭക്തർ നൽകുന്ന സംഭാവനകളുടെ ഇരട്ടിയായി ഭക്തർക്ക് തിരിച്ചു നൽകുന്നു. അതിനാൽ തന്നെ ഇവിടെ കാണിക്ക സമർപ്പണം വളരെ വിശേഷപ്പെട്ടതാവുന്നു. അതിനാൽ കലിയുഗ ഭക്തർക്ക് തിരുപ്പതിയിൽ സാക്ഷാൽ ലക്ഷ്മി സമേതനായ വൈകുണ്ഠേശ്വരൻ ദർശനം നൽകുന്നു. ഭക്തകോടികൾ എത്തുന്ന തിരുമലയിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കൂ. ധാരാളം ആളുകൾ തിരുമലയിൽ എത്താൻ ആഗ്രഹിച്ചിട്ടും നീണ്ടുപോകുന്നതിൻ്റെ കാരണം ഇതാണ്. തിരുപ്പതിയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തിരുപ്പതി ഭഗവാൻ വേഗം തന്നെ ദർശനം നൽകട്ടെ. ഹരേ കൃഷ്ണ. രാധേ രാധേ.